ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹോൾ വീഡിയോ ആണ്. എനിക്ക് പേഴ്സണലി ഹോൾ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഹോം ഡെക്കോർ, ഹോം ഓർഗനൈസേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോൾ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ യുഎയിൽ അങ്ങനെ മലയാളം അങ്ങനെ കുറവാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഹോൾ വീഡിയോസ് ഒക്കെ, എസ്പെഷ്യലി ഈ ഹോം റിലേറ്റഡ് ആയിട്ടുള്ളത്. ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പൊ കറന്റ് ഇതിന് മുന്നായിട്ട് ഉള്ള ഓഫാണ് ഐക്കിയ, ഹോം സെന്റർ, ഹോം ബോക്സ്, പാൻ ഹോം, അങ്ങനെ ഏത് ഷോപ്പിലും ഒരുപാട് ഓഫ് നടക്കുന്ന ഒരു ടൈം കൂടാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ഹോൾ വീഡിയോ എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് ഹോൾ ആണ് കേട്ടോ. ഇന്ന ഒരു ഷോപ്പിൽ നിന്ന് മാത്രമുള്ളതല്ല, പിന്നെ ഇപ്പം റീസെന്റ് മേടിച്ചതും അല്ല, കുറച്ച് നേരത്തെ മേടിച്ചതും ഒക്കെ ആയിട്ട് കളക്ട് ചെയ്ത്. കാരണം നമ്മള് ഇപ്പൊ ഒറ്റയടിക്ക് ഒരുപാടൊരു വീഡിയോ ആക്കാനായിട്ടുള്ള സാധനങ്ങളൊന്നും മേടിക്കുന്നത് വളരെ ചുരുക്കമാണ്. ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് കാണിച്ചിട്ട് ഒരു വീഡിയോ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനൊരു മേടിച്ച കുറച്ച് കളക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ഇതിലെ മിക്കതും ഞാനിപ്പോ റീസെന്റ് മേടിച്ചാണ്. അതിനൊക്കെ ഇപ്പോഴും ആ റേറ്റ് തന്നെയാണ്. ഐക്കയിലൊക്കെ ഞാൻ ഈ ലാസ്റ്റ് വീക്കെൻഡിൽ മേടിച്ചത് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഇപ്പോഴും ഓഫ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ലാസ്റ്റ് വീഡിയോ, അതായത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വോൾ മേക്കോർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ഞെക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഡയറക്റ്റ് ആയിട്ട് പോയി കാണാം. അല്ലെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ പോയി കാണാവുന്നതാണ്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോ ആയിട്ട് ഇറക്കാം. അപ്പൊ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബൗളാണ് കേട്ടോ. അപ്പൊ ഇത് ഹോം ബോക്സിൽ നിന്നാണ് മേടിച്ചത്. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കാണാം. ഫോക്കസ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന് റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 20 dirhams ബിലോ ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. റീസെന്റ് മേടിച്ചാണ് കേട്ടോ. 2 weeks മുന്നേ മേടിച്ചാണ്. ഈ ഒരു ബൗൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കോഫി ടേബിളിന് സെന്ററിൽ വെക്കാം, ഡൈനിങ് ടേബിളിന് സെന്ററിൽ വെക്കാം, എന്തെങ്കിലും ഒരു ക്യാബിനറ്റ് ഉണ്ടല്ലോ അതിന് മുകളിൽ വെച്ചാൽ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു ഷെൽഫ് നോക്കിയാൽ ഫുള്ളും പല സാധനങ്ങൾ ഇങ്ങനെ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ കിടക്കുമായിരിക്കും. അപ്പൊ ആ സാധനങ്ങളൊക്കെ ഒരുമിച്ച് അതിട്ട് കീ ചെയിന്, ഇവിടെ ആണെങ്കിൽ എവിടെ നോക്കിയാലും ക്രയോൺസ് ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരും, നമുക്ക് എല്ലാം എവിടെയൊക്കെയാണ് തിരിച്ച് കൊണ്ടുവെക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊരു ബൗൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. എല്ലാം കൂടെ ഇതിനകത്തോട്ടൊക്കെ ഇട്ടാൽ മതി. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. ഇതിനൊരു ഹൈറ്റ് പോലെ ഇതുപോലെ ഒരു ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ ഇതിനെന്തൊരു പേരുണ്ട് കേട്ടോ, ഫ്ലൂട്ടഡ് ഗ്ലാസ് എന്നാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഗ്ലാസ് പെയിന്റ് ആണ്. അപ്പം ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇപ്പൊ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് അഗെയിൻ ഹോം ബോക്സിൽ നിന്ന് തന്നെയാണ്. ഈ ഒരു ക്യൂട്ട് ലാമ്പ് ആണ് കേട്ടോ. ഇപ്പൊ എനിക്ക് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. ഇപ്പം ഞാൻ വീട്ടിലാണെങ്കിലും ആംബിയൻസ് ലൈറ്റിംഗ് ഒക്കെ കുറച്ചുകൂടെ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഞാനത് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ വീട്ടിൽ അങ്ങനെ ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മേടിച്ചാണ്. അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് പറയൂ, ഞാൻ അതിനൊരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ആക്കാം. ഇതിന്റെ ഭാഗമായിട്ട് മേടിച്ചാണ് കേട്ടോ ഇങ്ങനത്തെ ചെറിയ ലൈറ്റ്. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും ഏത് കോണറിൽ വേണേലും വെക്കാം. അപ്പൊ ഇത് ഹോം ബോക്സ് ആണ്. എനിക്കൊന്നും എന്തായാലും 20 dirhamsനകത്തേ ആയുള്ളൂ. ഇത് ഞാൻ നേരത്തെ ഇതുപോലത്തെ ചെറിയ ചെറിയ ലാമ്പ് നോക്കി വെച്ചിട്ടുണ്ട്. മാക്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ 30-35 dirhams ഒക്കെയാണ്. ഇപ്പൊ ഓഫറിൽ വന്നപ്പോൾ എടുത്തതാണ്. ഇങ്ങനെ നൈറ്റില് മെയിൻ ലൈറ്റ് ഇടാതെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനത്തെ ആംബിയൻ ലൈറ്റ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു വൈബ് തന്നെ മാറും നമ്മുടെ റൂമിന്റെ, പ്രത്യേകിച്ച് ലിവിംഗ് റൂമിൽ. ഇതൊരു സൂത്തിങ് കളറാണ്, ഒരു യെല്ലോയിഷ് കളറാണ്. ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം, എപ്പോ വേണമെങ്കിലും ബാറ്ററി മാറ്റി കൊടുത്താൽ മതി. മറ്റേതെന്ന് പറഞ്ഞാൽ പ്ലഗ് പോയിന്റ് കുത്തുമ്പോൾ പ്ലഗ് പോയിന്റ് ഉള്ള സ്ഥലത്തല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. കിച്ചണിലൊക്കെ വെച്ചാലും നല്ല രസമായിരിക്കും. അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. പിന്നെ പഴയൊക്കെ ഒരു വിളക്കിന്റെ ഒക്കെ പോലൊരു ഷേപ്പ് ഒക്കെയാണ്. നല്ലതാണ്. ഈ ആംബർ കളറും കൂടെ ആയപ്പോൾ നല്ലൊരു അടിപൊളി ലുക്കായി. ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഈ ഒരു കാൻഡിൽ ഹോൾഡറാണ്. താഴെ വീണാ പൊട്ടും, നല്ല വെയിറ്റും ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ ലുക്ക് നല്ലൊരു ടെക്സ്ചർ ഉള്ളൊരു ഫീലാണ് കേട്ടോ. നമുക്ക് തൊടുമ്പം ഒരു ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ എനിക്ക് കാൻഡിൽ ഹോൾഡർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഇതാണ് നെക്സ്റ്റ് പർച്ചേസ്. സിമ്പിൾ ആണ്. ഇതിന് എനിക്ക് തോന്നുന്നു 9 dirhams അങ്ങനെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഡീലിൽ കിട്ടിയതാണ്. നല്ല ലുക്കുമാണ്. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. നെക്സ്റ്റ് മേടിച്ചത് ഈ ഒരു ഐറ്റം ആണ്. ഒരു ഡെക്കോർ പീസ് ആണ്. ഇതിന്റെ ടാഗുകൾ ഞാൻ മാറ്റിയില്ല, ഹോം ബോക്സിൽ നിന്ന് തന്നെ മേടിച്ചാണ്. ഇത് ആക്ച്വലി ഞാൻ ഓൺലൈനിലാണ് ഇതെല്ലാം മേടിച്ചത് കേട്ടോ. പിന്നെ ക്ലിക്ക് ആൻഡ് കളക്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഹോം ബോക്സ് ഷോറൂമിലോട്ട് പറഞ്ഞാൽ നമുക്ക് പോയി കളക്ട് ചെയ്താൽ മതി. എനിക്കൊന്ന് 200 dirhams എബോ ഉണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ക്ലിക്ക് ആൻഡ് കളക്ട് ഓപ്ഷൻ ആണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത്, 200 below ആണെങ്കിൽ. അപ്പം ഇത് ഞാൻ ആക്ച്വലി ഓൺലൈനിൽ കണ്ടപ്പം റെയിൻഡിയർ ആണെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ക്രിസ്മസിന് വേണ്ടി സ്റ്റൈൽ ചെയ്യാമെന്ന് പറഞ്ഞ് മേടിച്ചാണ്. പക്ഷെ ഇൻ പേഴ്സൺ കണ്ടപ്പോഴാണ് ആക്ച്വലി ഇത് എനിക്ക് തെറ്റിപ്പോയതാണ്. ആക്ച്വലി കയ്യിൽ സാധനം കിട്ടിയപ്പോ മോൻ ഇത് കണ്ടപ്പോൾ അവനൊത്തിരി ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് ജിറാഫ് ആണല്ലോ എന്നും പറഞ്ഞ് ആള് കയ്യിലെടുത്തപ്പോഴാണ് എനിക്കത് കത്തിയത്. റെയിൻഡിയർ അല്ലെ ജിറാഫ് ആണെന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ഇതിനെ നമുക്ക് റെയിൻഡിയർ ആക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് ആ റെയിൻഡിയറിന്റെ കൊമ്പുണ്ടല്ലോ, ആ ഒരു സാധനം നമുക്ക് ക്ലേ വെച്ചിട്ട് DIY ചെയ്യാം. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. നടക്കുമോ ഇല്ലോ നമുക്കെന്തറിയാം. ഇത് ക്രിസ്മസിന് വേണ്ടി മേടിച്ചാണ്. ഞാൻ ക്രിസ്മസിന്റെ വേറെ 2-3 ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോയില് വഴിയെ കാണിക്കാം.
കാരണം ക്രിസ്മസ് കഴിയുമ്പോഴാണ് ക്രിസ്മസിന്റെ പല കാര്യങ്ങളും നല്ല ഓഫറിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ 1-2 കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കണ്ടപ്പോൾ മേടിച്ചാണ്. പക്ഷെ കുഴപ്പമില്ല, ഇത് നമുക്ക് ജിറാഫായിട്ടും യൂസ് ചെയ്യാം, നമ്മുടെ ഷെൽഫിലൊക്കെ വെച്ചാലും നല്ല രസമാണ്. പക്ഷെ ഇതിന്റെ കളർ ഞാൻ മാറ്റാൻ പ്ലാനുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഗോൾഡ് ഡെക്കോർ ഐറ്റംസ് ഒന്നും തന്നെ എനിക്കിപ്പോ വലിയ ഇഷ്ടമില്ല. എനിക്കെല്ലാം ന്യൂട്രൽ കളേഴ്സ് ഒക്കെയാണ് ഇഷ്ടം. ഇത് ബ്ലാക്ക് പെയിന്റ് അടിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇത് നെക്സ്റ്റ് ക്രിസ്മസിന് നോക്കാം, നമുക്ക് DIY ക്ലേ വെച്ചിട്ട് റെയിൻഡിയർ ആക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നെക്സ്റ്റ് വരി. അപ്പൊ നെക്സ്റ്റ് ഐറ്റം ഈ ഒരു സെറാമിക് ഹൗസ് ആണ് കേട്ടോ. വളരെ ക്യൂട്ട് ആയിട്ടില്ലേ ഈ ഒരു ഹൗസ്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ക്രിസ്മസ് ഡെക്കോർ ആണ്. നമുക്ക് ക്രിസ്മസിന്റെ ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡെക്കോർ പീസ് ആണ് കേട്ടോ ഇതുപോലത്തെ ക്യൂട്ട് ഹൗസസ്. ഇത് സെറാമിക് ആണ്. ഇതിന് എനിക്ക് 50 dirhams സംഭവം ഉണ്ടായിരുന്നു ഇതിന്റെ ഒറിജിനൽ റേറ്റ്. ക്രിസ്മസ് കഴിഞ്ഞോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഹാഫ് റേറ്റിനാണ് കിട്ടിയത്. ഹാഫ് റേറ്റ് പോലും ആയില്ല, ആക്ച്വലി 19 dirhams ആണ് എങ്ങാണ്ടായിരുന്നു ഈ സെറാമിക് ഹൗസിന്. ഹോംബോക്സിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല ബലവും ഉണ്ട്, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി നെക്സ്റ്റ് ക്രിസ്മസിന് വേണ്ടി മേടിച്ചാണ്. ക്രിസ്മസ് ആകുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. ഈ ലാസ്റ്റ് ക്രിസ്മസിന് ഞാൻ ഒരു ചെറിയൊരു ഹൗസ്, സെറാമിക് ഹൗസ് ഇതുപോലെ കാലിഫോർണിയ മേടിച്ചതിനായി നല്ല റേറ്റ് ആയി. അപ്പം ഇതുപോലെ ഈ ഒരു സൈസിലൊക്കെ ഉള്ള സെറാമിക് റേറ്റ് ക്രിസ്മസ് ആകുമ്പോഴത്തേനും നല്ല റേറ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ മേടിച്ചാണ്. ഇതുപോലെ തന്നെ വേറൊരു ഹൗസ് കാണിക്കാം. ഇത് ഈ ഹൗസ് നല്ല ഹൈറ്റ് ഉള്ള ഹൗസാണ്. രണ്ടും കൂടെ അടുപ്പിച്ച് കാണും. ഇതിനേക്കാളും നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ നീണ്ട ഒരു ഹൗസാണ്. ഇത് ഗ്ലോസി ഫിനിഷ് ആണ്, ഇത് മാറ്റ് ഫിനിഷ് ആണ്. ഇതും ഹോം ബോക്സിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. ഒരു ഓപ്പണിംഗ് ഉണ്ട്, വേണമെങ്കിൽ നമുക്കൊരു ക്യാൻഡിൽ വെച്ചാൽ അകത്ത് ലൈറ്റ് ആവും. ഇത് ലൈറ്റ് ഒന്നും ആവുന്നല്ല കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ രണ്ടിനും. അപ്പൊ ഈ സെറാമിക് ഹൗസസ് കാണിക്കുന്ന കൂട്ടത്തിൽ ഞാൻ റൈറ്റോടെ കാണിക്കാം. ഇതുപോലെ സെറാമിക് ഹൗസ് തന്നെയാണ് എടുത്തിട്ട് വരാം. ഇത് മറ്റൊരു സെറാമിക് ഹൗസ് ആണ്. ഇത് എന്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്കിതോടെ ഹോം ഡെക്കോറും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആള് തന്ന ഗിഫ്റ്റ് ആണ്. ഇത് ഞാൻ ആ സെറാമിക് ഹൗസ് കാണിച്ചപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഞാൻ കാണിച്ചാണ്. ഇത് പക്ഷെ ലൈറ്റ് ആവുന്നതാണ്. ഈ വെട്ടത്ത് കാണാൻ പറ്റുമെന്നറിയില്ല. ആണോ നിങ്ങൾക്ക് ചെറുതായിട്ട്. ഇതും മാറ്റ് ലുക്കാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇത് ഹോൾ വീഡിയോയിലുള്ളതല്ല, ജസ്റ്റ് ഞാൻ മറ്റേ ഹൗസ് കാണിച്ചിട്ട് ഇത് കാണിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് ഐറ്റം ഈ ഒരു ഓയിൽ ബേണർ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു നല്ല സൈസാണ് കേട്ടോ. എന്റെ ഓയിൽ ബേണർ 2-3 ഉണ്ട്, പക്ഷെ അതൊക്കെ ചെറിയ സൈസാണ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബൾക്കിയാണ്. പിന്നെ ബ്ലാക്ക് കളറാണ്. അപ്പം വൈറ്റ് സർഫസിൽ നമ്മുടെ ഓൾറെഡി വൈറ്റ് പെയിന്റ് ആണ് വീട്ടില്. അപ്പം ഇത് എവിടെ വെച്ചാലും നല്ല എടുപ്പായിരിക്കും. ഇത് സിമ്പിൾ ഐറ്റം ഓയിൽ ബേണറിന് എനിക്ക് 4 dirhams 5 dirhams ഉണ്ടായിരുന്നുള്ളൂ. ഹോം ബോക്സ് ഇതാണ് എടുത്തത്. പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട്, ഇത് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഉള്ളിൽ ക്യാൻഡിൽ വെച്ചിട്ട് ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള നല്ല സെന്റഡ് ആയിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ ഇതിൽ നല്ല സ്മെല്ല് വരാനായിട്ട് നല്ലതാണ്. അപ്പൊ അങ്ങനെ ഒരു സിമ്പിൾ ഐറ്റം ആണ്. ഇതാണ് നെക്സ്റ്റ് ഹോം ബോക്സിൽ നിന്ന് തന്നെ മേടിച്ചതാ ഈ 2 ക്യൂട്ട് ക്യാൻഡിൽ ഹോൾഡർ ആണ് കേട്ടോ. ചെറിയ ക്യാൻഡിൽ വെക്കണം, ക്യാൻഡിൽ സ്റ്റിക്ക് അല്ല, ചെറിയ ക്യാൻഡിൽ സ്റ്റിക്ക്. ഇത് ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു. ഇത് ടാഗൊന്നും മാറ്റിയിട്ടില്ല. ഹോം ബോക്സിൽ തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നു വലുതിന് 5ഉം ചെറുതിന് 4ഉം അങ്ങനെ കണ്ടായിരുന്നു. ഇത് വുഡാണ്. എനിക്കിപ്പോ ഞാൻ ഭയങ്കര മൈൻഡ്ഫുൾ ആണ് ഡെക്കോർ ഐറ്റം മേടിക്കുമ്പോൾ. എല്ലാ സ്റ്റൈൽസിന്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റുന്നതേ ഞാനിപ്പോ മേടിക്കാറുള്ളൂ. നല്ല പീസസ് നോക്കിയേ മേടിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ്. 2 ഹൈറ്റിലാണ്, അപ്പൊ നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ നല്ലതാണ്. ഇതാണ് അടുത്ത 2 പർച്ചേസ്. ഇനി നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോക്ക് ആണ്. ഇപ്പൊ ടൈം കറക്റ്റ് 11 മണിയായി. അപ്പൊ ഈ ഒരു ക്ലോക്ക് ആണ് നെക്സ്റ്റ് ബൈ. ഇതും ഹോം ബോക്സിൽ നിന്നാണ് മേടിച്ചത്. ഇതിന് എനിക്ക് തോന്നുന്നു 15 dirhams അങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. ഇത് ജസ്റ്റ് ഷെൽഫിലൊക്കെ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൈഡ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ടേബിൾ ക്ലോക്ക് ആണ്. അല്ലാതെ ഹാങ് ചെയ്യുന്നതല്ല. ഇതുപോലെ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. സിമ്പിൾ സാധനമാണ്, പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ക്ലോക്ക്. നെക്സ്റ്റ് കുറച്ച് ക്യാൻഡിൽസ് ഞാൻ മേടിച്ചത് കാണിക്കാം. ഫസ്റ്റ് വൺ ഹോം സെൻട്രിൽ നിന്നാണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് കാണാം, ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് സാൻഡൽവുഡ് പ്ലസ് ജിഞ്ചർ പ്ലസ് സെഡർവുഡ്. വുഡി സ്മെല്ലാണ്. വുഡി സ്മെൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഇത് 3 wick ക്യാൻഡിലാണ് കേട്ടോ. നല്ല സൈസ്, അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ല് കൂടുതൽ കാണും. 3 wick എന്ന് പറഞ്ഞാൽ 3 കത്തിക്കുന്ന 3 സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ല് കൂടുതലായിരിക്കും. ഈ ക്യാൻഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോൾ റേറ്റ് കുറഞ്ഞ എവിടെ ക്യാൻഡിൽസ് നല്ല ഓഫറിൽ കണ്ടാലും ഞാൻ എടുക്കാറുണ്ട്. ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഇതാണ് നെക്സ്റ്റ് ക്യാൻഡിൽ. ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ ആണ്. ഈ ക്യാൻഡിലിന്റെ പേര് മഹാഗണി ടീക്വുഡ് ഹൈ ഇന്റൻസിറ്റി. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് എല്ലാ വർഷവും ക്യാൻഡിൽ ഡേ ആയിട്ട് ബാത്ത് ആൻഡ് ബോഡി ഒരു ഓഫർ വെക്കും. ഒരു ദിവസം 3 ദിവസം ഒക്കെ കാണുള്ളൂ. അന്ന് ഈ അല്ലാത്തപ്പം ഈ ക്യാൻഡിൽസിനൊക്കെ 70-80 dirhams ഒക്കെയാണ് കേട്ടോ. അത് വലിയ ക്യാൻഡിൽസിന്. ആ ക്യാൻഡിൽ ഡേ ആ ദിവസങ്ങളിൽ ഇത് 35 dirhams കിട്ടും. ഭയങ്കര റഷ് ആയിരിക്കും കേട്ടോ ആ ദിവസങ്ങളിൽ. മിക്കവാറും ജനുവരി ഡിസംബർ ആ സമയത്താണ് ക്യാൻഡിൽ ഡേ വരുന്നത്. അപ്പൊ അത് നോക്കി മേടിച്ചാൽ, ഞാൻ എല്ലാ വർഷവും ആ ഒരു ഡേ ആണ് ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ പോയി ക്യാൻഡിൽ മേടിക്കും. നോക്കി വെച്ചിട്ടുള്ള സെന്റ് എല്ലാം പോയിട്ട് അന്ന് മേടിക്കാം. അന്ന് നല്ല ഓഫർ അല്ലേ, ഹാഫ് റേറ്റ് കിട്ടുന്നതല്ലേ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെന്റ് ബാത്ത് ആൻഡ് ബോഡിയിൽ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സെന്റാണ്. മഹാഗണി ടീക്വുഡ് ഹൈ ഇന്റൻസിറ്റി. നല്ല സ്മെല്ലാണ്. യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ്. വീട്ടിലാണെങ്കിലും നല്ല സ്മെല്ല് വരും. എന്താ പറയുക, ഇത് എവിടെ ആണെങ്കിലും ലിവിംഗ് റൂം നമ്മൾ കയറി വരുന്നിടത്തും ഒക്കെ വെക്കാവുന്ന ഒരു ക്യാൻഡിലാണ് കേട്ടോ. കാണാനും നല്ല സ്ലീക്ക് ലുക്കാണ്. ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക്, ഗോൾഡൻ ലിഡ്. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ക്യാൻഡിൽ.
നെക്സ്റ്റ് ക്യാൻഡിൽ ഇതാണ് സ്നോയി കോക്കനട്ട് റോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് മേടിക്കുന്നത്. ഇത് എന്താ പറയാ, ഒരു വാനില കോക്കനട്ട് അതൊക്കെയാണ് ഇതിന്റെ ഒരു സ്മെല്ല് വരുന്നത്. ഇതെന്ന് പറയുന്ന ഒരു വിന്റർ ടൈമിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ക്യാൻഡിലാണ്. വാനിലയുടെ സ്മെല്ല് നല്ലതായിട്ട് ഉള്ളോട് മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്മെൽസ് ലൈക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് മേടിക്കാൻ ശരിയാണ്, ഒരു വാനില കേക്കിന്റെ ഒക്കെ സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ മേടിക്കുന്നത്. ഇതിന് മുമ്പ് കാണിച്ച മഹാഗണി ഞാൻ മുമ്പ് മേടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഓൾ ടൈം അത് തീരുമ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് മഹാഗണി ടീ കൂട്ട് ഉണ്ട്, മഹാഗണി ടീ കൂട്ട് ഇന്റൻസിറ്റി ഉണ്ട്. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന ഹൈ ഇന്റൻസിറ്റി ആണ്. അത് കുറച്ചുകൂടെ സ്ട്രോങ് സ്മെല്ലാണ്. ഇതും നല്ല സ്മെല്ലാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു വാനില ഫ്ലേവർ ആ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമാണെങ്കിൽ നല്ല സ്മെല്ലാണ്. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ക്യാൻഡില് ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ തന്നെ ഫ്ലാനൽ എന്ന് പറയുന്ന ഒരു ക്യാൻഡിലാണ്. ഇത് ഞാൻ ഓഫ് ഒന്നും ഉള്ള സമയത്ത് മേടിച്ചതല്ല. ഇത് ശരിക്കും സിംഗിൾ വിക്ക് ക്യാൻഡിലാണ് കേട്ടോ. ഒരു തിരിയേ ഉള്ളൂ കത്തിക്കാൻ. ചെറിയ ക്യാൻഡിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് 25 dirhams അങ്ങനെങ്ങാണ്ടേ ഉള്ളൂ. നല്ലൊരു സ്മെല്ലാണ്. നിങ്ങൾക്ക് ബാത്ത് ആൻഡ് ബോഡി വർക്സ് നിങ്ങളുടെ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് പോയി ഞാൻ പറഞ്ഞ സ്മെല്ലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ മേടിക്കുക. ഇതൊരു ക്രിസ്മസ് ഫീൽ ഒക്കെ ഉള്ള ഒരു വിന്റർ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്മെല്ലുള്ള ക്യാൻഡിലാണ്. ഇതാണ് ലാസ്റ്റ്, എനിക്ക് തോന്നുന്നു ഓൾ വീഡിയോ കാണിക്കുന്ന ലാസ്റ്റ് ക്യാൻഡിലാണ്. ആക്ച്വലി ക്യാൻഡിൽസും സെറാമിക് ഹൗസസ് ഒക്കെ കാണിച്ചപ്പം ക്രിസ്മസ് ടൈം ആയ ഒരു ഫീലിംഗ് ആയി. നെക്സ്റ്റ് കാണിക്കുന്നത് ക്രിസ്മസ് ഡെക്കോർ ആണ് കേട്ടോ. ഈ കാണുന്ന റെയിൻഡിയർ ഇത് ആക്ച്വലി ഞാൻ ക്രിസ്മസ് ടൈമിൽ മേടിക്കാനായിട്ട് നോക്കി വെച്ചതാണ്. ഇത് ടാഗ് കാണാലോ, ഹോംആർഎസ് എന്നാണ് മേടിച്ചിട്ടുള്ളത്. അന്ന് ഇതിന് 79 dirhams ആയിരുന്നു ഈ വലുതിന്. ഈ ചെറുതിനും 55 dirhams ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഹാഫ് റേറ്റിൽ കിട്ടിയതാണ്. ഹാഫ് റേറ്റ് അല്ല കേട്ടോ, 30 dirhams അങ്ങനെയാണ്. ഇത് മെറ്റൽ ആണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗോൾഡൻ ഗ്ലോസി ഫിനിഷ് എനിക്ക് താല്പര്യമില്ല. ഇത് ഞാൻ ബ്ലാക്ക് മാറ്റ് പെയിന്റ് അടിക്കാനാണ് ക്രിസ്മസ് ടൈമില്. നെക്സ്റ്റ് ക്രിസ്മസിന് വേണ്ടി മേടിച്ചതാണ്. ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് മേടിച്ച 2 പ്രോഡക്റ്റ് ഞാൻ കാണിക്കാം. ഒന്ന് ഈ ടേബിൾ ലാമ്പാണ്. ഇത് വെറും 19 dirhamsനാണ് ഹോം ബോക്സിൽ നിന്ന് മേടിച്ചത്. അത്യാവശ്യം ഹൈറ്റ് ഉള്ള ലാമ്പാണ് കേട്ടോ. പക്ഷെ ഇതാണ് നെക്സ്റ്റ് സെക്കൻഡ് പ്രോഡക്റ്റ്. അതാണ് ഞാൻ 2 പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത്. ഈ ഷെയ്ഡ് ഇതിന്റെ കൂടെ ഉള്ളതല്ല. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു വെൽവെറ്റ് ഷെയ്ഡ് ഞാൻ മേടിച്ചത് ഹോംആർഎസ് എന്നാണ്. ഇതുപോലത്തെ 2 വെൽവെറ്റ് ഷെയ്ഡ് മേടിച്ചു, ഇതേ സെയിം കളറിൽ. ഒന്ന് ഇന്ത്യയിൽ ഓൾറെഡി ഉള്ള ഒരു ടേബിൾ ലാമ്പിന് വെക്കാനാണ്. ഇന്ന് 2 സൈഡിൽ ഒരുപോലെ ഇരിക്കാനായിട്ട്. താഴെ ബേസ് വ്യത്യാസമാണ്. ലാമ്പ് ഷെയ്ഡ് കളർ ഒരുപോലെ ആക്കുമ്പോൾ കാണാൻ ഒരു നല്ല ഭംഗിയാണ്. ഇതിന് പല ഷെയ്ഡ് അവൈലബിൾ. ഇത് എനിക്ക് 18 dirhams എങ്ങാണ്ടായിരുന്നു ഈ ലാമ്പ് ഷെയ്ഡിനുള്ളത്. ഇതിന്റെ ഹൈറ്റ് 42 centimeter ഉണ്ട് കേട്ടോ. എനിക്ക് തീരെ ഹൈറ്റ് കുറഞ്ഞ ടേബിൾ ലാമ്പ് വലിയ ഇഷ്ടമില്ല. അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു ടേബിൾ ലാമ്പാണ് കേട്ടോ. അതിന്റെ കൂടെ ഈ ബൾബ് ഞാൻ ഹോം ബോക്സിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്തതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പം ഈ 2 ലാമ്പ് ഷെയ്ഡും ഈ ഒരു ടേബിൾ ലാമ്പുമാണ് നെക്സ്റ്റ് പർച്ചേസ്. നെക്സ്റ്റ് മേടിച്ചത് ഈ ഒരു ഓർഗനൈസിങ് ബാസ്ക്കറ്റ് ആണ്. ഇതിന് പറയുന്നത് എനിക്കറിയില്ല. തുണിയുടെയാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു താഴെ കാർഡ്ബോർഡ് ഉണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കൊരു ബെഡിനൊക്കെ അടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കബോർഡിലാണെങ്കിലും ഈസി ആയിട്ട് കുഞ്ഞുങ്ങളുടെ ക്ലോത്ത്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. ഞാൻ അതിനാണ് മേടിച്ചത്. മോനൊരു വയസ്സായി. അപ്പൊ അവന്റെ ടീഷർട്ട്, നിക്കർ, ഇങ്ങനത്തെ പല പല കാര്യങ്ങളായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് വാർഡ്രോബിൽ വെക്കാനായിട്ടാണ് ഞാനിത് മേടിച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വാർഡ്രോബിൽ നിന്ന് എടുക്കാനും വെക്കാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് കാണാൻ ഇത് എനിക്ക് തോന്നുന്നു 10 dirhams എങ്ങാണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നെക്സ്റ്റ് പർച്ചേസ്. ഇനി നെക്സ്റ്റ് ഐക്യന്ന് മേടിച്ച കുറച്ച് കാര്യങ്ങൾ കാണാം. അപ്പൊ ഫസ്റ്റ് തന്നെ മേടിച്ചത് ഈ ഒരു ബൗളാണ്. നമുക്ക് കുക്ക് ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളാണ്. സ്റ്റീൽ ബൗളാണ്. ഇത് എനിക്കൊന്നും പണ്ടോട്ടേ അയക്കാനുള്ളതാണ്. ഇതിന്റെ ഒരു ചെറിയ സൈസ് ഉണ്ട്. ഇത് ഇപ്പൊ ഓഫർ ഉണ്ട്. ഇതിന് അല്ലെങ്കിൽ 25 dirhams ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 19 dirhams ആണെന്ന് തോന്നുന്നു. ഇതാണ് ഫസ്റ്റ് പർച്ചേസ്. നെക്സ്റ്റ് മേടിച്ചത് ഈ 2 കോഫി മഗ് ആണ്. ഈ കോഫി മഗ് എത്ര മേടിച്ചാലും എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും വീണ് പൊട്ടാറുണ്ട്. കുറെ നാൾ യൂസ് ചെയ്യും, പിന്നെ പൊട്ടും, പിന്നെ ഞങ്ങൾ മേടിക്കും. എപ്പോഴും ഡാർക്ക് കളേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതേ ഓർമ്മയുള്ളൂ, ഡാർക്ക് ബ്ലൂ അല്ലെ ബ്ലാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രാവശ്യം ലൈറ്റ് കളർ കണ്ടപ്പോൾ ഒരു വെറൈറ്റിക്ക് ലൈറ്റ് കളർ എടുക്കാം. ഇതിന് 3 dirhams ഉള്ളൂ കേട്ടോ. ഒരു കപ്പിന് 3 dirhams ഉള്ളൂ. നെക്സ്റ്റ് മേടിച്ചത് ഈ ഒരു റാക്ക് ആണ് കേട്ടോ. നമ്മുടെ പോട്ട്സിന്റെ ഒക്കെ ലിഡും അല്ലെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കട്ടിംഗ് ബോർഡ്സും ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ റാക്കാണ്. ഇതിന് എനിക്കൊന്ന് 12 dirhams ആയിരുന്നു തോന്നുന്നു. ഇത് നമുക്ക് കബോർഡിനുള്ളിലൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇതാണ് നെക്സ്റ്റ് പർച്ചേസ്. നെക്സ്റ്റ് ഈ ലിൻഡർ റോളറാണ്. ഇത് എപ്പോൾ അയക്കാൻ പോയാലും മേടിക്കാനുള്ള സാധനമാണ്. ഇതിന് 4 dirhams ആണ്. നെക്സ്റ്റ് മേടിച്ചത് ഈ ഒരു ഷെൽഫ് ഓർഗനൈസിങ്, എന്താ പറയുക, ഇതിനെന്താ പേര് പറയുകയെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇത് ഓൾറെഡി വീട്ടിൽ 2 എണ്ണം ഉണ്ട്. ഞാനിപ്പം ഇപ്രാവശ്യം പോയപ്പോൾ ഒന്നുകൂടെ എക്സ്ട്രാ മേടിച്ചു. ഇതിന് എന്തോ ഓഫർ ഉണ്ടായിരുന്നു. കാരണം ഇത് നമുക്ക് വെർട്ടിക്കൽ സ്പേസ് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. കാരണം നമ്മുടെയൊക്കെ കബോർഡിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ വെച്ച് എല്ലാവിടെ പൊട്ടിപ്പോകും. ആ മേളിത്തെ ആ ഒരു സ്പേസ് വെറുതെ നമുക്ക് നഷ്ടമാവുകയാണ്. അപ്പൊ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇത് ഞങ്ങളുടെ ക്രോക്കറി ഷെൽഫിൽ വെക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് മേടിച്ചാണ്. ഇതാണ് നെക്സ്റ്റ് പർച്ചേസ്. പിന്നെ മേടിച്ചത് ഈ ഒരു ക്യാൻഡിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഈ ഒരു ക്യാൻഡിൽ.
ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ക്യാൻഡിൽ ആണ്. ഇത് ലാസ്റ്റ് ഞാൻ ക്രിസ്മസ് വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒത്തിരി പേര് എന്നോട് എൻക്വയറി ചെയ്തായിരുന്നു കേട്ടോ. ഐക്കിയയിൽ അങ്ങനെ ഒരു കാര്യം ഉള്ളതായിട്ട് അങ്ങനെ എനിക്കൊന്നും അങ്ങനെ ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഇത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഭയങ്കര സേഫ് ആണ്. ഇത് ഒരു പാക്കറ്റിൽ 2 ക്യാൻഡിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് സാധാരണ എനിക്കൊന്നും 19 dirhams ആണ്. ഇപ്പൊ ഓഫർ ഉണ്ട്. ഇപ്പൊ 12 dirhams ഉള്ളൂ. 2 ബാറ്ററി ഓപ്പറേറ്റഡ് ക്യാൻഡിലിന് 12 dirhams. അപ്പൊ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ പോയി മേടിച്ചോളൂ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ട്വിസ്റ്റ് ചെയ്താൽ നമുക്കിത് ഓപ്പൺ ആക്കാം. ഈ ഒരു ഭാഗമാണ് നമുക്കിങ്ങനെ ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയിട്ട് ഇതിലാണ് ബാറ്ററി ഇടുന്നത്. ഞാൻ ലാസ്റ്റ് ക്രിസ്മസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങളുള്ളിടത്ത് ഭയങ്കര സേഫ് ആണ് കേട്ടോ ഇങ്ങനത്തെ ക്യാൻഡില്. നല്ലൊരു വാം യെല്ലോ ലൈറ്റ് ആണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിക്കുക. ഇപ്പൊ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് കർട്ടൻസ് ആണ്. അപ്പൊ ഈ ഒരു കർട്ടൻ അല്ല, ഞാൻ കുറച്ചേറെ കർട്ടൻ മേടിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഈ ഫ്ലാറ്റിലെ കർട്ടൻസ് എല്ലാം ഞങ്ങൾ മാറ്റി പുതിയൊരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ഇൻ ഡീറ്റെയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ വീഡിയോ ഇടാം. അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് കർട്ടൻസ് ഒക്കെ മേടിച്ചായിരുന്നു. അതിലൊരു കർട്ടൺ ആണ്. ഇത് ഞാൻ ഇൻ ഡീറ്റെയിൽ കാണിക്കുന്നില്ല. ഞാൻ ആ വീഡിയോയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഏത് കർട്ടനാണ് മേടിച്ചത്, എങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തതെന്നൊക്കെ കാണിക്കാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.